യേശുക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും വീണ്ടും വീണ്ടും ചില ആളുകൾ എന്നോട് ചോദിച്ചതിന്റെ അല്ലെങ്കിൽ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വിഷയം തന്നെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അഗ്നിസ്നാനം എന്ന് പറയുന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇടക്കാലത്ത് ചില ആളുകൾ ചോദിച്ചു, പിന്നെയും ഞാൻ പറഞ്ഞ വീണ്ടും ഇന്നലെ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് അതേക്കുറിച്ച് അല്പം കൂടെ ഒന്ന് വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അഗ്നിസ്നാനം എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആത്മസ്നാനത്തെയും അഗ്നിസ്നാനത്തെയും കുറിച്ച് പ്രസ്താവിച്ചത് യോഹന്നാൻ സ്നാപകനാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വന്നിട്ട് മാനസാന്തര സ്നാനം മരുഭൂമി നടത്തി. യോഹന്നാൻ നടത്തിയ മാനസാന്തര സ്നാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളായ ജനത്തെ കർത്താവിലേക്ക് തിരിക്കുക എന്നുള്ളതായിരുന്നു. യേശുക്രിസ്തുവിലേക്ക് തിരിക്കുക, അവരുടെ ഹൃദയങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് മനംതിരിക്കുക. ഇപ്പൊ യോഹന്നാൻ തന്നെ മരുഭൂമിയിൽ തന്റെ അടുക്കൽ വന്ന യഹൂദന്മാരോട് സ്പഷ്ടമായി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിൽ സ്നാനപ്പെടുന്നേ ഉള്ളൂ. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആത്മസ്നാനവും അഗ്നിസ്നാനവും വിശ്വാസികൾക്കുള്ളതാണെന്ന് തെറ്റായ ഒരു ചിന്താഗതിയും ഒരു പഠിപ്പിക്കലും അനേക വേദ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പല പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ആത്മസ്നാനം എന്ന. ആത്മസ്നാനത്തിന്റെ നിർവചനം ഒരു പ്രാവശ്യം ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തോട് ചേർത്ത് സാർവത്രിക സഭയുടെ അംഗമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി മാറ്റുവാൻ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തുന്ന അന്തരാത്മാവിലെ ഒരനുഭവമാണ് ഈ ആത്മസ്നാനം എന്ന് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും പരിശുദ്ധാത്മ സ്നാനം ഉണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണെന്നാണ് 1 കൊരിന്ത്യർ 12:13 അപ്പോസ്തലൻ പറയുന്നത്. ഇനി ഏതെങ്കിലും വ്യക്തി പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, എന്നാൽ ആത്മസ്നാനം ഞാൻ പ്രാപിച്ചില്ല എന്ന് പറഞ്ഞാൽ 2 മറുപടി മാത്രമേ പറയാനുള്ളൂ. ഒന്നുകിൽ ആത്മസ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അജ്ഞത, അല്ലെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളല്ല. ആത്മസ്നാനം പരിശുദ്ധാത്മാവിനാൽ ആന്തരികമായി നടക്കുന്ന ഒരനുഭവമായതുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അദൃശ്യകരങ്ങളാൽ അരങ്ങേറുന്ന പ്രവൃത്തി ആയതുകൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിനെ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു വസ്തു മനസ്സിലാക്കിക്കൊള്ളുക, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ആത്മസ്നാനത്തിന്റെ അംശങ്ങളാണ്. എല്ലാവർക്കും പരിശുദ്ധ ആത്മസ്നാനവും ഉണ്ട്. അതേ സംബന്ധിച്ചൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന പഠിപ്പിക്കലൊക്കെ നമ്മൾ ധാരാളം വായിക്കാറുണ്ട്. എന്നാൽ അതിനോട് ചേർത്താ പറഞ്ഞത്
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഒരു വസ്തു മനസ്സിലാക്കണം, യോഹന്നാൻ സംസാരിക്കുന്ന യഹൂദ കമ്മ്യൂണിറ്റിയോട്, ഒരു സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സ്നാനമേറ്റവും രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ല എന്ന് എഫേസ്യ ലേഖനം 19 പ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായം മനസ്സിലാക്കാൻ കഴിയും. എഫേസോസിന്റെ ഉൾപ്രദേശങ്ങളിൽ പൗലൂസ് കണ്ടെത്തിയ ആ ശിഷ്യന്മാർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അവർ മാനസാന്തര സ്നാനമേറ്റവരാണ്, രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ല. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചിരുന്നില്ല എന്നവിടെ വ്യക്തമാണല്ലോ. അപ്പൊ ആത്മസ്നാനം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാണ്. അത് മുഖാന്തരമായി അവർ കർത്താവിന്റെ മാർമികമായ സഭയോട്, അല്ലെങ്കിൽ ശരീരമായ സഭയോട് ചേർക്കപ്പെടുകയും ആ ശരീരമായ സഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അതുകൊണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ട് ആത്മസ്നാനം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സഭയുടെ അംഗമല്ലെന്ന് അതിന്റെ അർത്ഥം. യോഹന്നാൻ പറയുന്നത് തന്റെ മുമ്പാകെ മാനസാന്തര സ്നാനം ഏൽക്കുവാൻ വരുന്ന ഒരു സമൂഹത്തോടാണ്. ആ സമൂഹത്തോട് പറയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്, എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ കൈകൊണ്ട് മാനസാന്തര സ്നാനം ഏറ്റ ആളുകളിൽ ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കും, ചിലർക്ക് അഗ്നിസ്നാനം ലഭിക്കും എന്നാ പറയുന്നത്. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ മാനസാന്തര സ്നാനം കൊണ്ടും മനന്തരം ഉണ്ടായ ചില ആളുകൾ യോഹന്നാൻ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ തന്റെ പിന്നാലെ വരുന്ന പുരുഷനായി അവനിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്ന അവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കും, വിശ്വസിക്കാത്തവർക്ക് അഗ്നിസ്നാനം ലഭിക്കും. അപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിസ്നാനം രക്ഷിക്കപ്പെട്ടവർക്കല്ല, രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികൾക്കാണെന്ന് യോഹന്നാന്റെ വാക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അതിന് യോഹന്നാൻ ലൂക്കോസ് 4:12 പറഞ്ഞു, മത്തായി 3:10 പറഞ്ഞു, ഇവിടെ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. എന്താ യോഹന്നാൻ പറഞ്ഞ്? വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. എന്താണ് ആത്മസ്നാനം, എന്താണ് അഗ്നിസ്നാനം എന്ന് തരംതിരിച്ച് യോഹന്നാൻ പറയുകയാണ്. ആത്മസ്നാനം വീശുമുറം കൊണ്ട് വീശി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അഗ്നിസ്നാനം പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നതാണ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഒന്ന് വിശ്വാസിക്കും, മറ്റേത് അവിശ്വാസിക്കും. കുറെ കൂടെ വ്യക്തത വരുത്താൻ യോഹന്നാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, ആകാത്ത വൃക്ഷം കായ്ക്കുന്ന ഫലമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. തീയിലിട്ട് ചുട്ടുകളയുന്ന പ്രവൃത്തിയാണ് അഗ്നിസ്നാനം. ഞാൻ അതിനെ കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, കാരണം ലെറ്റ് ഇറ്റ് ബി എ ഷോർട്ട് വീഡിയോ. എന്താണ് ഈ അഗ്നിസ്നാനം? വെളിപ്പാട് പുസ്തകം 20:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇരിക്കുന്നവന് ന്യായവിസ്താരത്തിലുള്ള അധികാരം ലഭിച്ചു. അവന്റെ മുമ്പാകെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്നു. സമുദ്രം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആകാശം അതിന്റെ അറുതി മുതൽ അറുതി വരെയുള്ള തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. അടുത്ത വാക്കിൽ പറയുന്നത്, എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം മാനവരാശിക്ക് ക്രൂശിന്മേൽ ഒരുക്കിയ രക്ഷാമാർഗമായിരിക്കുന്ന കൃപയാലുള്ള രക്ഷയെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നവർക്ക് ആത്മസ്നാനം, അവർ കർത്താവിന്റെ സഭയുടെ അംഗമാകുന്നു. സ്വീകരിക്കാത്തവർക്ക് ആബാലവൃത്തം, അവര് ലാത മുതൽ അവസാനം വരെയുള്ള സകല മനുഷ്യരും മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനം നിൽക്കുമ്പോൾ വെള്ളസിംഹാസനമേൽ ന്യായവിധിയുടെ അധികാരസ്ഥനായി ഇരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഇവരെ ന്യായം വിധിച്ച്, തങ്ങളുടെ പ്രവൃത്തിക്കകത്ത് ന്യായം വിധിച്ച് അവരെ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീയെ കിടുന്നില്ല, എല്ലാവരും തീയാൽ ഉപ്പിടപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ പോലെ അവിടെ അവർ എന്ത് ചെയ്യും? തീയാൽ ഉപ്പിടപ്പെടും. അവിടെ അവർ നിത്യം ഈ നരകാഗ്നിയിൽ അവർ ജീവിച്ചിരിക്കും. എരിയുന്ന നരകാഗ്നിയില്
ചാകാത്ത പുഴുവിനെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ചാകാത്ത വൈറസ് ഉണ്ടെന്നാണ് ആധുനിക കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ചില പ്രത്യേക സെന്റിഗ്രേഡിൽ വരെ ചാകാതെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വൈറസുകളെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് ശരിയാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന തനിക്ക് പിന്നാലെ വരുന്ന മെസ്സിഹായെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആളുകളെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്ന പ്രവൃത്തിയാണ് അഗ്നിസ്നാനം. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്കും അഗ്നിസ്നാനം ലഭിക്കുകയില്ല. ഏതെങ്കിലും വ്യക്തികൾ എനിക്ക് അഗ്നിസ്നാനം നൽകണേ എന്ന് പറഞ്ഞ രാപകൾ പ്രാർത്ഥിച്ചാലും സ്നേഹിതയായ ദൈവം, രക്ഷിക്കപ്പെട്ട ദൈവവേദലിന് അഗ്നിസ്നാനം നൽകിയില്ല. കാരണം അഗ്നിസ്നാനം അവിശ്വാസികൾക്കുള്ളതാണ്, ആത്മസ്നാനം വിശ്വാസികൾക്ക് ഉള്ളതാണ്. ഇത്രയും വ്യക്തത വരുത്തിയപ്പോൾ ഈ കാര്യം മനസ്സിലായി കാണുന്ന കർത്താവ് വിശ്വസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.